മണിക്കുട്ടോ മണിക്കുട്ടൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അവന് ഇപ്പോൾ മത്തി വേണ്ട, ബീഫ് വേണ്ട. നേരത്തെ കഴിക്കാതിരുന്ന തണ്ണിമത്തം മതി പുള്ളിക്ക്. തണ്ണിമത്തനെ ഇപ്പം ഇവാൻ്റെ ഫുഡ് കഴിക്കുക. അവനെടുത്ത് വെച്ച ഫുഡ് ഇപ്പം അവൻ വരുന്നതിന് മുമ്പായിട്ട് അവൻ്റെ ഭക്ഷണം മൊത്തം കഴിക്കുക. ഇപ്പം അമ്മതേ രാവിലെ എന്തോ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചേക്കുന്നതുണ്ടോ? ചോറ് കഴിക്കത്തേ ഇല്ല. ചോറ് കഴിക്കാത്ത കാക്കയല്ല, ചോറ് കഴിക്കത്തില്ല. ഇപ്പം മീൻ കഴിക്കത്തില്ല. എന്താ കൊടുക്കണ്ടെന്ന് അറിയത്തില്ല. എന്ത് കൊടുത്താലും ഇപ്പൊ കഴിക്കുന്നില്ല. ഇപ്പൊ നാളെ രാവിലെ അതെ മുട്ട പുഴുങ്ങിക്കൊണ്ട് വെച്ചിരിക്കോ? അതേലും തിന്നട്ടെ, നാടൻ കോഴി മുട്ട. പക്ഷെ ഇപ്പൊ എടുത്താലും കൂട്ടുകാർക്ക് കൊടുത്താ കൂടുതൽ. ഇവിടുന്ന് ഭക്ഷണം എടുത്തോ കൊക്ക കൊത്തിക്കൊണ്ട് പോയിട്ടേ അപ്പുറത്തെ ഒരു പ്ലാവുണ്ട്, ആ പ്ലാവെ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കൊടുക്കുക. കൊണ്ടു കൊടുക്കുക, തിരിച്ചു വരും. ഇവിടെ വന്ന് വീണ്ടും എടുത്തോണ്ട് പോകും, തിരിച്ചു വരും. വേണോ ഇത് വേണോ ഇത് വേണോ? അത് കടിക്കുമല്ലോ അവരിങ്ങനെ അതേ കയറി അള്ളി പിടിക്കുമ്പോഴേ. അത് ഫുഡേ കയറി പിടിക്കുന്ന സമയത്ത് മുറിഞ്ഞോ? അതെ, ഇവാന്റെ ഫുഡ് കൊടുത്തു. അത് കുറച്ച് കഴിച്ചേച്ച് വെച്ചേച്ച് പോയി. വേണ്ട മുട്ടയുടെ വെള്ളം ഇരിക്കുന്നു, അത് കൊടുത്തപ്പോ വേണ്ട. കണ്ടോ കണ്ടോ ഇപ്പൊ എന്തോ വേണ്ടെന്ന് അറിയോ? ഇപ്പൊ തണ്ണിമത്ത എടുത്തോണ്ട് വന്നാ ഇപ്പൊ കാണാം. ഇപ്പൊ നോക്കിക്കോണേ, ഇപ്പൊ തണ്ണിമത്തനാ വേണ്ടെന്ന്. മണിക്കുട്ടോ എന്താണ് മുട്ട കഴിക്കാത്ത? ഞാൻ എടുത്തോണ്ട് വരാം. എന്താ മുട്ട കഴിക്കാത്ത? നോക്ക്, മുട്ട കഴിക്കാത്ത ഏതെങ്കിലും കാക്കകളെ കണ്ടിട്ടുണ്ടോ? തുപ്പിക്കളയോ? മുട്ട കൊടുത്തിട്ടാ തുപ്പിക്കളയോ? കഴിക്കേ ഞാനിപ്പോ അവിടെ കൊണ്ടിടും. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞോ അവിടെ കൊണ്ടിട്ടു. കണ്ടപ്പോഴത്തേന് പറന്നു വന്നുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ. അവക്ക് മുട്ട വേണ്ട, മീൻ വേണ്ട, ചിക്കൻ വേണ്ട, പൂച്ചക്കുഞ്ഞുങ്ങളുടെ ഫുഡ് വേണ്ട. അവൾക്ക് ഇപ്പം കണ്ട തണ്ണിമത്തം കണ്ടപ്പോഴത്തേക്കിനെ കണ്ടോ. അങ്ങനെ ചൂട് സമയത്തെ വൈറ്റമിൻസ് ഉള്ള സാധനം കുഞ്ഞിനറിയാം. ഓ വാടാ കുഞ്ഞോട്ടോ, വാ കുഞ്ഞിക്ക് വന്നേ. കുഞ്ഞാക്ക് വാടാ മണിക്കോട്ടോ. അമ്മ ഇനിയും അതായത് പറിച്ച് വായി വെച്ച് കൊടുക്കണം. കണ്ടോ, ഇനി തണ്ണിമത്തം ഇനി അമ്മ മുറിച്ച് വായി വെച്ച് കൊടുക്കണം. കണ്ടോ കണ്ടോ, കൊത്തി തിന്നത്തുള്ളൂ, ബാക്കിക്ക് നിക്കുവാ ഞാൻ കൊടുക്കാം. ഭയങ്കര കൊഞ്ചല എന്നെ കാണുമ്പോഴായി കൊഞ്ചല്. അമ്മ അടത്തി കൊടുക്കും, പിച്ചക്ക് അടത്തി കൊടുക്കുന്നു. കണ്ടോ, അവര് തന്നെ കൊത്തി തിന്നാൻ പോയി. ആദ്യമേ ഇച്ചിരി കൊത്തി തിന്നിട്ട് ബാക്കി മൊത്തം അമ്മ കൊത്തി കൊടുക്കണം. കണ്ടോ, അതിനു വേണ്ടി ഇരിക്കുക തരാൻ. ഇവിടെ മണിക്കൂട്ടാ വിശപ്പ് കഴിയാറാവുമ്പോ പറഞ്ഞ് അങ്ങോട്ട് മാറി. ഇതേ കണ്ടോ, ഇവിടുന്ന് തണ്ണിമത്തം കടിച്ചെടുത്തോണ്ടാ പോവാ. വലിയ പീസ് കൊണ്ടുപോയിട്ട് അപ്പുറം കൂട്ടുകാർക്ക് കൊടുക്കുക. ഇനി വന്നേ, എപ്പോഴേലും കൊണ്ട് അവർക്ക് കൊടുക്കാനാണ്. കൂട്ടുകാർക്ക് തണ്ണിമത്തം വായി വെച്ചോണ്ട് പോന്നുണ്ടോ? കണ്ടോ, പതുക്കെ പോന്നുണ്ടോ? വായിക്കകത്ത് നിറച്ച് തണ്ണിമത്തായിരിക്കുന്നത്. അതും കൊണ്ട് പോവാ, കൂട്ടുകാർക്ക് കൊടുക്കാൻ പോവാ. നോക്കുന്നുണ്ടോ എല്ലായിടത്തോടെ എവിടെ ആൾക്കാരിയ്ക്കുന്നതെന്ന്. തണ്ണിമത്തം കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഇതേ മുട്ട എടുത്തോണ്ട് പോവാ. കണ്ടോ, കൂട്ടുകാർക്ക് കൊടുക്കാം. കണ്ടോ, ഇതേ കൊണ്ടുപോകാം. കണ്ടോ, കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഇതേ കരയുന്നു. ചെല്ലേ വേണ്ട, മുട്ടയും കൊണ്ട് പോവാം കൂട്ടുകാർക്ക് കൊടുക്കാൻ. അവരെ കൂട്ടുകാർ വന്നു കഴിഞ്ഞു കേട്ടോ. അവൻ കൊണ്ട് കൊടുത്ത മുട്ടയ്ക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുക. കൊണ്ടുപോവാ, ചെല്ലേ. മണിക്കുട്ട ഇരിക്കുന്നുണ്ടോ, പ്ലാവിൻ്റെ ഏറ്റവും ഉയരത്തെ കമ്പയിലിരുന്ന് മേനിയൊക്കെ ഒരുക്കുവാണ്. മണിക്കുട്ടാ, ഞാൻ ഒറ്റ വിളിച്ചതേ ഉള്ളൂ. ഇതേ കണ്ടോ, പറന്ന് വന്നതുണ്ടോ. എന്നാടാ അങ്ങനെ തന്നെത്താനെ വന്ന് കൂട്ടി വന്നു. കണ്ടോ, തന്നെത്താനെ വന്ന് കൂട്ടി വന്നു. തണ്ണിമത്തം കഴിക്കുന്നു. അത് കുറേ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറേ കുത്തിയെടുത്ത് കൂട്ടുകാർക്ക് ഇപ്പം കൊണ്ടുപോകും. ഇപ്പം നോക്കിക്കോണേ, അവനിപ്പോൾ അത് മൊത്തം അത് കുറേ കുത്തി. ഇതെന്തെടുക്കാം മൊബൈലിൽ
ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക. നമ്മുടെ മറ്റേ ഇതല്ലേ എങ്ങനെ ശബരിമലയ്ക്ക് പോയതിന്റെയോ? ശബരിമലയ്ക്ക് പോയതിന്റെ ഒരു എഡിറ്റിംഗ് നടക്കുന്നു. നടക്കട്ടെ. ഞാൻ ചക്ക എഡിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അന്ന് ഇരിക്കുവായിരുന്നു. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു വന്നതാ. ഞാൻ അകത്തിരുന്ന് എഡിറ്റ് ചെയ്യുമായിരുന്നു. അവിടെ വന്നു എന്നെ വിളിക്കാന്. അയ്യോ ചക്ക എന്റെ അടുത്ത് എടുത്തു കൊടുക്കാം, വായി വേണ്ടാണ്ടോ ഇങ്ങനെ വെച്ചു കൊടുക്കാന്. റൂമിനകത്ത് വന്നു. ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എഡിറ്റ് ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ല. ഇവിടെ ഇരുന്നാണ് നമുക്ക് ഇത് പറ്റത്തുമില്ല ചെയ്യാൻ. ഇവന്റെ ശബ്ദം എല്ലാം കേൾക്കുമ്പോ നമുക്ക് വേറൊരാൾ ഇരിക്കുന്നുണ്ടോ? എവിടെ കയറി കിടക്കുന്നതെന്ന് നോക്കിയേ. ഇനി അകത്ത് പോകട്ടെ. എഡിറ്റ് ചെയ്യണ്ടേ, വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ? ചക്കയ്ക്ക് വേണ്ടിട്ടാ ഞാൻ കൊടുക്കണം. അതാ, വേറെ പ്രശ്നമൊന്നുമില്ല. ചക്കച്ചുളക്ക് വേണ്ടിട്ടാ. കണ്ടോ, ഇപ്പൊ അതിപ്പോ വയറ് നിറഞ്ഞു കഴിയുമ്പോ അതുകൊണ്ട് ഇപ്പൊ പോകും. ഇപ്പൊ കൂടെ വരും. എന്റെ കൂടെ വരല്ലേ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാം, കഥ അടയ്ക്കാൻ പോവാം കേട്ടോ. ടാറ്റാ. വരും കൂടെ വരും. അല്ലേ ഇപ്പൊ നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ലേ, സമ്മതിക്കത്തില്ലല്ലോ. അമ്മ പോയി. അമ്മ പോയി. നല്ല പാർട്ടിയാ. ഇപ്പൊ കഥ അടയ്ക്കാൻ സമ്മതിക്കുകയും ചെയ്യും. അമ്മ പോയ സമയത്ത് അമ്മയുടെ കൂടെ ഒരൊറ്റ പറക്കലിന് അമ്മയുടെ റൂമിലെത്തി. ഇഷ്ടം വെച്ചാ ഇപ്പൊ ചക്ക അരിയുന്ന ചക്കച്ചുളയൊക്കെ കൊടുക്കണം. മീനൊന്നും വേണ്ട, നല്ല കാര്യം, നമുക്കും അതല്ലേ. ഇപ്പൊ മത്തിയൊന്നും വേണ്ട, പിന്നെ ബീഫ് വേണ്ട. ചിക്കൻ കൊടുത്തപ്പോ 2 കഷ്ണം കഴിച്ചു, പിന്നെ കഴിച്ചില്ല. ഇപ്പൊ കഴിക്കുന്ന ഇതാ അമ്മയുടെ അതാണ് ചോദിക്കുന്നത് കൊടുക്കാൻ. മടുത്തിപ്പോ വിശപ്പൊന്നും ഇല്ല, അറിഞ്ഞിരിക്കാതാ കഴിക്കാത്ത. കണ്ടോ കുഞ്ഞിനെ കണ്ടോ? മണിക്കുട്ടനെ പേടിച്ച് കയറി ഇരിക്കും അവക്ക് ഭയങ്കര പേടിയാവുന്നേ. കുഞ്ഞോ ചക്ക കിട്ടി. ഞങ്ങളെന്നാ അത് നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ തന്നു വിട്ടതാ. ശകലേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്ക് 2 നേരം കഴിക്കാൻ അത്രേ ഉള്ളൂ. അത്ര മതിയല്ലോ. അപ്പൊ ഇന്നിപ്പോ അതാ പരിപാടി. അതരിഞ്ഞിട്ട് ചക്ക ഇപ്പൊ ഏറ്റവും ഗുണമുള്ളതല്ലേ, ഷുഗറുകാർക്കും എല്ലാം കഴിക്കാം. മണിക്കട്ടോ ഇച്ചിരി ബീഫും മേടിച്ചോണ്ട് വന്നു. കുഞ്ഞെന്തോടുക്കോ ഇവിടെ? ശബരിമല പോയോണ്ട് 10 ദിവസം. ശബരിമല വ്രതമായിരുന്നോണ്ട് കുറെ ദിവസമായിട്ട് നോൺ വെജ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇച്ചിരി ഇറച്ചി മേടിച്ചു. ഞങ്ങളുടെ അവിയും ഒക്കെ പഴുത്തു തുടങ്ങി. വേണ്ട പഴുത്ത് കഴിക്കുക, അത് പറിക്കണം. ഇനി ഇതാണ്ട് പഴുത്തോണ്ടിരിക്കുക. അതേ കണ്ടോ, അത് അപ്പുറത്തെ ഇവിടെ ഒരാൾ കിടപ്പുണ്ട്, ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ താഴെ ഒരാളുണ്ട്. അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ അടുപ്പത്ത് വെച്ചു. എനിക്ക് നല്ല ടെമ്പറേച്ചർ പോലെ തോന്നിയത് കാരണം കൂടുതൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ലാസ്റ്റ് തേങ്ങയൊന്നും തിരുമുന്നതും ഒന്നും വയ്യായിരുന്നു, ശബ്ദം എടുക്കാൻ വയ്യ. അപ്പം ചിക്കനൊക്കെ മേടിച്ചു, അതെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.